ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജു. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ വഴി തന്നെ നമ്മളോട് ജോബ് ചോദിച്ചിട്ടുള്ള 2 പിള്ളേർക്കും കൂടി നമ്മൾ ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട്. അവർ ഈ വരുന്ന തിങ്കളാഴ്ച വരുന്നുണ്ട്. പക്ഷേ അത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഷോപ്പിൽ തന്നെയാണ് റെഡി ആക്കി കൊടുത്തത്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ പിള്ളേർക്ക് ജോബ് വേക്കൻസി വന്നപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ചാനൽ വഴി ഇട്ടു. അതിൽ 2 പിള്ളേർക്ക് CV അയച്ചു തന്നു. 2 ഒത്തിരി ആളുകൾ CV അയച്ചു തന്നു. അതിൽ ഞാൻ സെലക്ട് ചെയ്ത് 2 പിള്ളേർ വരുന്നുണ്ട്. ഇനി ഒരാളുകൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കാര്യം ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് ആരൊക്കെയാണോ ജോബ് അന്വേഷിക്കുന്നത് അപ്പോൾ അവരുടെ കൈകളിൽ തന്നെ എത്താനായിട്ട് ഇത് വളരെ ഉപകാരമാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനികളിൽ വരുന്ന ജോബ് വേക്കൻസികൾ, നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഒട്ടുമുക്കാൽ ജോബ് വേക്കൻസികൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ അറിയിക്കാറുള്ളത്. കാരണം അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇപ്പോൾ ഞാനടക്കം നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജന്റ് വഴിയാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ തന്നെ ഏജന്റുമാരെ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ നേരിട്ട് ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാർഗ്ഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവരാരൊക്കെയാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെയൊക്കെ പൈസ ഒത്തിരി പോവുകയും ചെയ്യും. അപ്പോൾ അതിലേറെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഈ നല്ല രീതിയിൽ നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബേസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നത് തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ പിള്ളേരെ മാത്രമാണ്. അപ്പോൾ അതേപോലെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ മറ്റ് വേക്കൻസികൾ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ബൈക്ക് റൈഡേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. പക്ഷേ ഇവിടെ UAE ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത്. എങ്കിലും ഞാനത് കമൻറ്റ് ബോക്സുകളിൽ കൂടെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ റിപ്ലൈകൾ വരാറില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ലൈസൻസ് കൊണ്ട് കാര്യമില്ല. നമുക്ക് ഇവിടുത്തെ ലൈസൻസ് മസ്റ്റാണ്. കാരണം നമുക്ക് ഇവിടെ വന്ന് ലൈസൻസ് എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ 6 മാസം വരെ നീണ്ടു നിൽക്കാം ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കമ്പനിക്കൊന്നും അതിന് താല്പര്യമില്ല. കാരണം ഡ്യൂട്ടിയും ജോലിയും എല്ലാം കൂടി അതിനെ ബാധകമാക്കും. പക്ഷേ തലഭാഗത്ത് പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെയാണ് നടക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ടാവും. എല്ലായിടത്തും പോലെ ഇവിടെയും പരിചയക്കാർക്കും ഒക്കെ കുറേ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് എളുപ്പത്തിൽ നടക്കും. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ ലൈസൻസ് ഉള്ളവരെ മാത്രമേ എടുക്കാറുള്ളൂ. അത് ഫ്രഷർ ആണെങ്കിൽ പോലും, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് ലൈസൻസ് ഉള്ളെങ്കിൽ പോലും നമ്മൾ എടുക്കാറുണ്ട്. 2 ജോബ് ആളുകൾക്ക് വേക്കൻസി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോബ് കൊടുക്കാൻ തയ്യാറാണ്. ആരെങ്കിലും കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റും. പക്ഷേ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് UAE ലൈസൻസ് മസ്റ്റാണ്. ഇവിടെ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇപ്പോൾ ജോലി ഇപ്പോൾ കൊടുക്കാൻ കഴിയുള്ളൂ. UAE ലൈസൻസ് ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിംഗ് സാലറി, ഒരു ഫ്രഷർ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തന്നെ 2000 ദിർഹംസിന് മേലെ നമുക്ക് സാലറി മേടിക്കാൻ പറ്റും. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അതിൽ കൂടുതലും സാലറി കിട്ടും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടും. അപ്പോൾ പിന്നെ ലോണ്ടറി സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ കമ്പനി തന്നെ ഒരു പെട്രോളിൻ്റെ പൈസ എല്ലാം കമ്പനി തന്നെയാണ് തരുന്നത്. പിന്നെ വിത്ത് ടിപ്പ് അതൊക്കെ നമ്മുടെ അതൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ എടുക്കാം. ടിപ്പ് അടക്കം ബെനിഫിറ്റ് ആയിട്ട് ഏകദേശം 900 ദിർഹംസിൻ്റെ അടുത്ത് ഇവിടെ ടിപ്പ് കിട്ടുന്ന നമ്മുടെ കടയിൽ തന്നെ ഉള്ള ഒരു ഡ്രൈവർ ഉണ്ട്. അപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും പെട്ടെന്ന് ഓർഡറുകൾ വരുന്നത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 900 ദിർഹംസ് കിട്ടും. ഏകദേശം 10-20,000 രൂപ മേലെ അങ്ങനെയും കിട്ടും. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലൊക്കെ സാലറി കിട്ടുന്ന ജോബ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബൈക്ക് റൈഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കാർ ഡ്രൈവേഴ്സിൻ്റെ കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചോളൂ. അതൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതേപോലെ നാട്ടിൽ നിന്ന് ഇനിയും ജോബ് വേക്കൻസികൾ നമ്മുടെ ഷോപ്പിലൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളിപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ പിള്ളേരെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം അവർക്കാകുമ്പോൾ ഇനിയിപ്പോൾ വരുന്ന പുതിയ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യമില്ല. നമ്മളവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുള്ളത് കൊണ്ടാണ് കോഴ്സ് കഴിഞ്ഞ പിള്ളേരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ 10 പേർക്കുള്ള ജോബ് വേക്കൻസി വഴി നമ്മൾ അറിയിച്ചത് വഴി പിള്ളേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5 പേര് ഫസ്റ്റ് ബാച്ച് കയറി വരാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അടുത്ത ബാച്ച് അത് എൻ്റെ ഷോപ്പിലേക്കൊന്നുമല്ല, നമ്മളോട് ഇതേപോലെ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞത് വഴി നമ്മൾ റെഡിയായി കൊടുത്തിട്ട് അതിൽ 5 പേര് ഇപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അടുത്ത 5 ബാച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. അവരിൽ ആരെങ്കിലും ഒഴിവാകുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആദ്യം മുൻഗണന കൊടുത്തിട്ട് നമ്മൾ അവരെയൊക്കെ കയറ്റിക്കൊണ്ടാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ അതിൽ ബൈ ചാൻസ് എനിക്ക് അതിൽ നിന്നും ആൾക്കാരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഞാൻ ഇതേപോലെ വീഡിയോ ഇടും. അപ്പോൾ അടുത്ത 5 ബാച്ചിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കയറി വരാൻ കഴിയുന്നതുമാണ്. പിന്നെ അതേപോലെ തന്നെ ജോബ് കിട്ടുന്ന ആളുകൾ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ നമുക്കത് ഒത്തിരി സന്തോഷമായിരിക്കും. കാരണം എന്ന് പറയുന്നത് നമുക്കൊരു വളരെ സന്തോഷമാണ്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ജോബ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒഴിവ് സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റുമാരുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് അവർ പറയുന്നത് ഫ്രീ
ജോബ് വേക്കൻസി എന്ന് പറയുന്ന ഒരു ജോബ് വേക്കൻസികൾ ഇപ്പോൾ ഒരു ഏജന്റുമാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് അഡ്മിന്മാർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഇന്ന് ജോബ് വേക്കൻസി ഇടുന്ന ആളൊരു ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോബ് വേക്കൻസികൾ ചിലപ്പോൾ ഒരുമിച്ച് ആൾ ഇട്ട് തരും. ആൾ ഇട്ട് വന്നിട്ട് ആളെ നമ്പർ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ന് കൊടുത്ത നമ്പർ ആവില്ല ചിലപ്പോൾ നാളെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് തരും, നമ്മൾ അത് ഗ്രൂപ്പിൽ അറിയിക്കുക. അവരുടെ നമ്പർ നമ്മൾ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എല്ലാവരും ആർക്കൊക്കെ എനിക്ക് പറ്റുന്നത്ര ഞാൻ നാട്ടിൽ വന്നത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് പറ്റുന്നത്ര ആളുകളെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ, ഞങ്ങളൊക്കെ ജോലിക്കാരാണ്, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഗൾഫ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യു എ ബേസ് ചെയ്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയുള്ളൂ. മറ്റ് ഗൾഫ് രാജ്യത്തെക്കാട്ടിലൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആകെ 2 രാജ്യങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ, സൗദിയും അതേപോലെ തന്നെ UAE. ഇവിടെയാണ് ജോബിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നല്ലൊരു സൗകര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന അത്ര ആളുകളെ ഞങ്ങളുടെയൊക്കെ സാമ്പത്തികത്തിൻ്റെ ഒരു നില വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കൊണ്ടുവരും. നിങ്ങളുടെ അടുത്ത് നിന്ന് മാക്സിമം ഞങ്ങൾ CV ഞാൻ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങളിൽ എത്ര പേരെ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ യൂട്യൂബ് വഴി തന്നെ നമ്മൾ അറിയിക്കുന്നതുമാണ്. ഞാൻ നാട്ടിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ആരും നമ്പർ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അലൗഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ ഞാൻ അധികം ആർക്കും തരാത്തത്, അല്ലെങ്കിൽ ആർക്കും ഞാൻ കൊടുക്കാത്തത്. പക്ഷെ നിങ്ങൾ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അക്ഷരത്തിൽ എഴുതി വിട്ടാൽ, അക്ഷരത്തിൽ എഴുതി വിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒത്തിരി പേര് വിടുന്നുണ്ട്, ഞാൻ അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതേപോലെ പക്ഷേ ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഈ കാര്യത്തിന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ തമ്പനയിലായിട്ട് നമ്മൾ നമ്മുടെ നമ്പർ കൊടുക്കുകയും അതുവഴി നിങ്ങൾക്ക് വന്ന് കാണേണ്ടവർക്ക് കാണാം. അതേപോലെ തലഭാഗത്തിൻ്റെ ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം. കാരണം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നാട്ടിലാണ്, റൂമുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. കാരണം നമ്മൾ ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിന് ഞാൻ പൈസ മേടിക്കാനോ കാര്യങ്ങൾക്കൊന്നുമില്ല, അവനും പൈസ മേടിക്കില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് ഒരു റൂമിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അവനോടല്ല റൂമിൻ്റെ ഉടമസ്ഥനാരാണോ അവരോട് സംസാരിച്ച് നിങ്ങൾ ബെഡ് ഷെയറിൻ്റെ പൈസ ഷെയർ ചെയ്ത് താമസിക്കുന്നതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തലഭാഗത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ, അതായത് ബൈക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ കാര്യമാണ്. നമ്മൾ കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ റൂമും അതേപോലെ തന്നെ താമസ സൗകര്യം, അവർക്ക് ജോലി കിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുവരുന്നത്. വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ജോബ് വിസയിൽ ഏത് സ്ഥാപനത്തിലാണ്, നമ്മളിവിടെ സ്ഥാപനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. ബൈ ചാൻസ് ചിലപ്പോൾ അവരതിന് ഒഴിവുകൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നാട്ടിൽ നിന്ന് നമ്മൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ. കാരണം കുറച്ചൊക്കെ ഇവിടെ ജോലിക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. അതിന് പറ്റുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെ നേരിട്ട് കാണാൻ കഴിയും. നമ്മൾ അതായത് നമുക്ക് ഇതിനകത്തൊരു തട്ടിപ്പുമില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളൊക്കെ ഒരു കൂട്ടി വെച്ചിട്ട് കുറച്ച് പൈസ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സമയമുണ്ടല്ലോ, ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുന്നതാണ്. അതിൽ നിന്ന് മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ 5-6 പേരുടെ തീരുമാനം. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് തെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന പൈസ ആയതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി തന്നെ വിനിയോഗിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യത്തിന് പോലും നമുക്കതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ചിട്ടി കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. കാരണം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പൈസ നമ്മൾ കളയുന്നവരല്ലേ. മീൻസ് നമ്മൾ കുറേ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനല്ല മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഈ പൈസ നമ്മൾ ഇതേപോലെ കളയുന്നതൊക്കെ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു, അത്രയേ ഉള്ളൂ. മാറ്റി വെച്ചിട്ട് ആ പൈസ കൃത്യമായിട്ട് എത്തേണ്ടവരിലേക്ക് എത്തിച്ച് നമ്മൾ എന്ത് ചെയ്യും, വിസിറ്റ് വിസ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അതിന് വേണ്ട ചിലവുകൾ, അതിന് വേണ്ട അക്കൗണ്ടിൽ കാണിക്കേണ്ട പൈസയൊക്കെ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ ഇവിടെ കൊണ്ടുവരും. ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം നമ്മളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പൈസ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെത്ര പേരെ കൊണ്ടുവരാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആളുകളെ കൊണ്ടുവരും. അതായത് ഈ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് നമ്മളിങ്ങനെ ഈ വിസിറ്റിംഗ് വിസയ്ക്ക് ടിക്കറ്റിന് കൊടുക്കുന്ന പൈസ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അക്കൗണ്ടിലേക്ക് കാണിക്കുന്ന ഈ ഷോ മണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളതിങ്ങനെ ഒരാൾക്ക് കൊടുത്ത് അത് വീണ്ടും മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഒരു റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യണം എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം, നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കണം. ഇതിനകത്തും യാതൊരു വിധത്തിലുള്ള നമുക്ക് യാതൊരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ പറയുന്ന ജോബ് വേക്കൻസികൾക്ക് നമ്മളായിട്ട് ചിലവ് കൊടുത്ത് ആ ഒരു കഴിവൊന്നുമില്ലാത്ത വീടുകളിലെ ഫാമിലി പെടുന്ന ആളുകളെ നമ്മളിവിടെ എത്തിച്ചു കൊടുക്കുന്നു, അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു കാര്യങ്ങൾ മുന്നോട്ട് ഇതേപോലെ ചെയ്യാനും അതിനുവേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളും തരണം. ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചാൽ മാക്സിമം സമയം കണ്ടെത്തി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തി ഞാൻ അതിന് റിപ്ലൈ തരുന്നതുമാണ്. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം.